ക്രിസ്തുയേശുവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് മനുഷ്യൻ്റെ സ്വഭാവം എങ്ങനെയായിരിക്കണം, അതിന് മാതൃക എന്താണ്, അതിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണ്, ഇതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മനുഷ്യൻ ആരായിരിക്കണം എന്നുള്ള ചോദ്യത്തിന് വിശ്വസ്തനായിരിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നിർദ്ദേശിക്കുകയാണ്. എന്താണ് വിശ്വസ്തത? എങ്ങനെയാണ് വിശ്വസ്തത കാണിക്കുന്നത്? ആരാണ് അതിൻ്റെ മാതൃക എന്നുള്ള ചോദ്യത്തിന് ക്രിസ്തുയേശു എന്ന മനുഷ്യൻ ദൈവത്തിൻ്റെ മുമ്പാകെ വിശ്വസ്തനായിരുന്നു. ക്രിസ്തുയേശുവിൻ്റെ വിശ്വസ്തത എന്ന സ്വഭാവം എവിടെ നിന്നാണ് വന്നത്? ക്രിസ്തുയേശു എന്ന മനുഷ്യൻ്റെ പിതാവ് ദൈവമാണ്. ദൈവത്തിൻ്റെ സ്വഭാവങ്ങളിൽ ഒന്നാണ് വിശ്വസ്തത. ദൈവം എന്ന് പറയുന്നതിന് രൂപമോ അല്ല എങ്കിൽ പഞ്ചേന്ദ്രിയങ്ങളാൽ പ്രാപിക്കത്തക്കതായ ഒരു സൃഷ്ടിയോ ദൈവത്തിനില്ല. പിന്നെയോ ദൈവം കാരണഭൂതനാണ്. ആ കാരണഭൂതനിൽ നിന്ന് ഉണ്ടായതാണ് പ്രപഞ്ചം മുഴുവനും. അവൻ സ്വഭാവമായിട്ട് മനുഷ്യനിൽ വെളിപ്പെടുകയാണ്. അങ്ങനെ വെളിപ്പെടുന്ന സ്വഭാവത്തിൽ ഒന്നാണ് വിശ്വസ്തത. അതായത് വിശ്വസ്തത എന്ന് പറയുന്ന സ്വഭാവം ദൈവത്തിൻ്റെതാണ്, ദൈവം തന്നെയാണ്. ആ സ്വഭാവം ഈ ലോകത്തിൽ മാതൃകയാക്കി മാനവരാശിക്ക് കാണിച്ചത് ക്രിസ്തുയേശുവാണ്. ഇന്ന് അതേ സ്വഭാവം ദൈവസഭയ്ക്ക് ഉണ്ടായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും ദൈവത്തിന് മുമ്പാകെ വിശ്വസ്തരായിരിക്കണം. ഇങ്ങനെ വിശ്വസ്തരായിരുന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഘനശാലികളായിരിക്കും. നമുക്ക് ലേഖനങ്ങളിൽ വായിക്കാൻ കഴിയുന്നത് ശുശ്രൂഷകന്മാർ ഘനശാലികളായിരിക്കണം. ഘനം എന്ന് പറഞ്ഞാൽ തൂക്കമാണ്. ഘനം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വചനമുണ്ട്. ഈ വചനത്തിൽ ഘനം കുറവുള്ള വചനമുണ്ട്, ഘനം കൂടുതലുള്ള വചനമുണ്ട്. അതിനെക്കുറിച്ച് വചനം പറഞ്ഞിരിക്കുന്നത്, ഘനം കുറവുള്ള വചനം എന്ന് പറയുന്നത് തങ്ങൾക്ക് ലഭിക്കുന്നതിലൊക്കെയും ദശാംശം കൊടുക്കണം. ഭൗതികമായി ലഭിക്കുന്ന നന്മയിൽ ദശാംശം കൊടുക്കണം. ആദ്യ ഫലം ദൈവത്തിന് കൊടുക്കണം. ദൈവത്തിന് വഴിപാട് കൊടുക്കണം. മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഘനം കുറഞ്ഞ കാര്യങ്ങളായിട്ട് എഴുതിയിരിക്കുന്നു. കാരണം അത് അധികവും ലക്ഷ്യമാക്കുന്നത് ഭൗതികമായ അനുഭവമാണ്. എന്നാൽ ന്യായപ്രമാണത്തിൽ ഘനം കൂടിയതുണ്ട്, ഘനമായിട്ടുള്ളത്, ഏറ്റവും ഘനമായിട്ടുള്ളത്. ഈ ഘനം കൂടിയ 3 കാര്യങ്ങളാണ് ന്യായം, കരുണ, വിശ്വസ്തത. അപ്പോൾ ന്യായപ്രമാണത്തിൽ ഘനം കൂടിയതും കുറഞ്ഞതും ഏതെന്നുള്ളത് നമുക്കതിൽ നിന്ന് ഗ്രഹിക്കാം. ആ വചനഭാഗം നമുക്കൊന്ന് വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം. നിങ്ങൾ തുളസി, ചതകുപ്പ, ജീരകം ഇവയിൽ പ്രധാനം കൊടുക്കുകയും ന്യായം, കരുണ, വിശ്വസ്തത ഇങ്ങനെ ന്യായപ്രമാണത്തിൽ ഘനമേറിയവ ത്യജിച്ചു കളയുകയും ചെയ്യുന്നു. അത് ചെയ്യുകയും ഇത് ത്യജിക്കാതിരിക്കുകയും വേണം. ഇവിടെ നമ്മൾ നേടുന്നതിലൊക്കെയും ദശാംശം ദൈവത്തിന് കൊടുക്കണം.
അത് പ്രമാണമാണ്. അത് ചെയ്യണം എന്ന് തന്നെയാണ് പ്രമാണം. പുതിയ നിയമത്തിൽ അങ്ങനെ ഇല്ലെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ വായിച്ച വാക്യത്തിൽ എഴുതിയിരിക്കുന്ന വാക്ക് ഓർക്കണം. അത് ചെയ്യുകയും ചെയ്യണം. പക്ഷേ അതുകൊണ്ട് ഘനമുള്ളവനാവില്ല. മനുഷ്യൻ ഘനമുള്ളവനായി തീരണമെങ്കിൽ ന്യായപ്രമാണത്തിൽ ഘനമുള്ളവ അനുസരിക്കണം, അല്ലെങ്കിൽ ഘനമുള്ളവ പ്രാപിക്കണം. എന്താണ് ഘനമുള്ളവ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ന്യായം, കരുണ, വിശ്വസ്തത. ഈ 3 ഘടകങ്ങളാണ് ഏറ്റവും കൂടുതൽ ഘനമുള്ള കാര്യങ്ങളായി വചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിലൊന്നാണ് വിശ്വസ്തത. ദൈവം ഒരാളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ കർത്താവ് ഏറ്റവും ആദ്യമേ ചെയ്യുന്നത് അവനെ ആത്മാവിനാൽ അവൻ്റെ ഇഷ്ടം നോക്കാതെ അവനെ നിർബന്ധിച്ച് വഴി നടത്തുന്ന അവസ്ഥയാണ് കാണുന്നത്. ഇതിനെ ഒന്നാമത്തെ വഴി എന്ന് പറയുന്നു. ഇങ്ങനെ അവനെ പഠിപ്പിക്കേണ്ട കാലം കഴിഞ്ഞാൽ അവൻ ഏകദേശം പഠിച്ചെന്ന് കണ്ടാൽ അതിന് ഒരു പരീക്ഷയുണ്ട്, ശോധനയുണ്ട്, പരീക്ഷയുണ്ട്. ഇത് രണ്ടും കഴിഞ്ഞാൽ, ശോധനയും പരീക്ഷയും കഴിഞ്ഞാൽ, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ താൻ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ള ജീവകിരീടം പ്രാപിക്കും. അപ്പോൾ കൊള്ളാകുന്നവനായി തെളിഞ്ഞാൽ, പരീക്ഷിക്കുന്ന, ആദ്യമേ ദൈവം പഠിപ്പിക്കും, രണ്ടാമത്തത് പരീക്ഷ അനുവദിക്കും. ദൈവം പരീക്ഷിക്കില്ല, പരീക്ഷ അനുവദിക്കും, ശോധന ചെയ്യും. ഇത് കഴിഞ്ഞതിന് ശേഷം ഇതിൽ കൊള്ളാകുന്നവനായി തെളിഞ്ഞാൽ, പരീക്ഷ സഹിച്ചാൽ, ശോധനയിൽ വിശ്വാസം നഷ്ടപ്പെടാതിരുന്നാൽ, 2 കാര്യങ്ങളാണ്. ഒന്ന് ശോധന. ശോധന എന്ന് പറയുന്നത് അവൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതാണ്. ഇയ്യോബ് പറഞ്ഞു, എന്നെ ശോധന ചെയ്താൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. അതായത് പൊന്ന്, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന പിന്നെ സ്ഥിരത ഉളവാക്കുന്നു എന്ന് അറിയണം. അതായത് അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെക്കാൾ വലുതാണ് മനുഷ്യൻ്റെ വിശ്വാസം. അതിനെക്കുറിച്ച് 1 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയത് എന്ന് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. അപ്പോൾ വിശ്വാസത്തെ പൊന്നിനേക്കാൾ വിലമതിച്ചതായി അവിടെ ഓർമ്മിച്ചിരിക്കുകയാണ്. ഇത് തന്നെയാണ് ഇയ്യോബ് പറയുന്നത്, നീ എന്നെ ശോധന ചെയ്താൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. അതായത് ഒരു കുറവും വരാതെ, വിശ്വാസത്തിൽ കുറവ് വരാതെ വണ്ണം ഞാൻ തെളിഞ്ഞവനായി തീരും. അപ്പം ശോധന കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശ്വാസത്തിൽ തെളിവ് വരണം. രണ്ടാമത്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം അവൻ കൊള്ളാകുന്നവനാകുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? പരീക്ഷ സഹിച്ച് അതിൽ ജയിച്ചാൽ അവനെ ദൈവം ശുശ്രൂഷയ്ക്കാക്കുകയാണ്. അവനെ തൻ്റെ വേല ചെയ്യുവാൻ ആക്കി വയ്ക്കുകയാണ്. ഇങ്ങനെ രണ്ടാമത്തെ ഘട്ടമാണ്. ഒന്നാമത്തെ ഘട്ടം നമ്മൾ പഠിച്ചു. കർത്താവ് ഒരാളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നാൽ അവനെ പഠിപ്പിക്കുന്നു. പഠിപ്പിച്ചാൽ ശോധന ചെയ്യുന്നു. ആ ഘട്ടം കഴിഞ്ഞാൽ അവനെ പരീക്ഷിക്കാൻ അനുവദിക്കുന്നു. പരീക്ഷയിൽ അവൻ കൊള്ളാവുന്നതിനായി തെളിഞ്ഞാൽ അവനെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയമിക്കുന്നു. ഇപ്രകാരം ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയമിച്ചാൽ അതിന് ഈ ശുശ്രൂഷയുടെ കാലം എന്ന് പറയുന്നത് താൻ ഒന്നാമത്തെ ഘട്ടത്തിൽ എന്ത് പഠിച്ചിട്ടുണ്ടോ അത് ജീവിതത്തിൽ ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ്. ഇതിന് രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒന്നാമത്തെ ഘട്ടം പഠിപ്പിക്കുക,
ഈ രണ്ടാമത്തെ ഘട്ടം ശോധനയും പരീക്ഷയിലും കൂടി വിശ്വാസവും വിശ്വാസത്തിൽ കൊള്ളാവുന്നവനായി തീർക്കുക. മൂന്നാം ഘട്ടം അവനെ രണ്ടാമത്തെ വഴി, അതായത് അവൻ എന്ത് പഠിച്ചുവോ അത് ജീവിതത്തിൽ നിവർത്തിക്കേണ്ടുന്ന കാലഘട്ടമാണ് ഈ മൂന്നാമത്തെ കാലഘട്ടം. ഈ മൂന്നാമത്തെ കാലഘട്ടം ആകുമ്പോഴേക്കും അവിടെ നിർബന്ധമില്ല. സ്വന്തമായിട്ട് പഠിച്ചത് സ്വന്തം ഇഷ്ടത്താൽ ചെയ്യണം. ഇതാണ് നമ്മൾ കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് ഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ ഘട്ടം ദാവീദിനെ സംബന്ധിച്ചിടത്തോളം 2 വഴിയുണ്ടായിരുന്നു. ഒന്നാമത്തെ വഴിയും രണ്ടാമത്തെ വഴിയും. അപ്പോൾ നമ്മളൊരു കുഞ്ഞിനെ പഠിപ്പിക്കുമ്പോൾ അവൻ സ്വന്തമായിട്ട് നീ അകാരാദി മുഴുവൻ എഴുതണം, അല്ലെങ്കിൽ 1 മുതൽ 100 വരെ എഴുതണം എന്ന് അവനോട് പറയില്ല. അവനെ വിളിച്ചതിന് ശേഷം മോനെ നീ എന്നുള്ള അക്ഷരം എഴുതണം. അങ്ങനെ അകാരാദി വായ കൊണ്ട് പഠിപ്പിച്ചതിന് ശേഷം അവൻ്റെ കയ്യിൽ ഒരു പേനയോ പെൻസിലോ പിടിപ്പിച്ചതിന് ശേഷം എഴുത്ത് പഠിപ്പിക്കുന്നവൻ ആ കൈയോട് ചേർത്ത് ആ അക്ഷരം എഴുതും. അങ്ങനെ ഒരു 10 പ്രാവശ്യം എഴുതി കഴിഞ്ഞതിന് ശേഷം അവൻ മനസ്സിലാക്കിയെന്ന് കാണുമ്പോൾ ഇനി നീ എഴുതാൻ പറയും. അങ്ങനെ അവൻ ആ പെൻസിൽ കൊണ്ട് ആദ്യം എഴുതിയതുപോലെ എഴുതും. എന്ന് അക്ഷരം എഴുതും. ആദ്യത്തേതുപോലെ തന്നെ ഇരിക്കും. ആദ്യത്തേതുപോലെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ അവൻ പഠിച്ചു എന്നാണ്. പിന്നീട് അവൻ്റെ പ്രവർത്തനമാണ്. പിന്നീട് അവൻ്റെ ജീവിതത്തിൽ മുഴുവനും ഇതാണ്. അതായത് ബാല്യത്തിൽ അമ്മയോ അപ്പനോ അധ്യാപകനോ രക്ഷകർത്താക്കളോ ആരെങ്കിലും കൈപിടിച്ചെഴുതിയ അക്ഷരം ആ ദിവസങ്ങൾ ചിലപ്പോൾ ഒരാഴ്ചയോ 2 ആഴ്ചയോ ഉണ്ടാവും. ഒരാഴ്ച കൊണ്ട്, അല്ലെങ്കിൽ 2 ആഴ്ച കൊണ്ട്, 1 മാസം കൊണ്ട്, അല്ലെങ്കിൽ 1 വർഷം കൊണ്ട് ഇവൻ ഈ പഠിക്കുന്ന കാര്യങ്ങൾ പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും പഠിക്കില്ല. പിന്നീട് മുഴുവനും ഈ പഠിച്ചത് കൊണ്ടും ആ പരീക്ഷിച്ച് ഇവൻ പഠിച്ചത് ഉറപ്പിച്ച് കിട്ടും. ആയുഷ്കാലം മുഴുവൻ ചെയ്യും. അവൻ 100 വയസ്സുള്ളവനായി മരിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ 80 വയസ്സുള്ളവനായി മരിക്കുന്നുവെങ്കിൽ, പഠിച്ച ആദ്യത്തെ 1 വർഷം പഠിച്ച അടിസ്ഥാന കാര്യങ്ങൾ പിന്നീട് ആവർത്തിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതാണ് ദൈവത്തിന് ഏറ്റവും പ്രധാനം. ഇതുപോലെ തന്നെയാണ് വിശ്വാസത്തിലേക്ക് ഒരാൾ വന്നാൽ ആ വിശ്വാസത്തിൽ വരുന്ന ദൈവത്തിൻ്റെ പൈതലിനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അവനെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിക്കും. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ കൊച്ചിൻ്റെ കയ്യിൽ പിടിച്ച് എന്നുള്ള അക്ഷരം എഴുതിച്ചതുപോലെ ഇവനെ കൊണ്ട് ചെയ്യിക്കും. യഥാർത്ഥത്തിൽ ഈ ചെയ്യിക്കുന്നത് ദൈവമാണ്. ദൈവം തൻ്റെ ആത്മാവിനാൽ ചെയ്യിക്കുന്നതാണ്, അവനല്ല ചെയ്യുന്നത്. അതിൽ അവന് പ്രശംസിപ്പാനുമില്ല. അത് ആദ്യം ഈ അമ്മ അല്ലെങ്കിൽ അപ്പൻ കയ്യിൽ പിടിച്ചതിന് ശേഷം പ അല്ലെങ്കിൽ സ എന്നുള്ള ഒരു അക്ഷരം എഴുതിയതിന് ശേഷം ഞാൻ എഴുതിയെന്ന് പ്രശംസിപ്പാൻ ആ കൊച്ചിന് കഴിയില്ല. എഴുതിയെന്ന് അവൻ്റെ അറിവില്ലായ്മയിൽ പറയും. പക്ഷെ അവൻ അതിൽ അഭിമാനിക്കില്ല. പിന്നീട് പഠിച്ചതിന് ശേഷം ആണ് മനസ്സിലാക്കുന്നത്, അയ്യോ ഇതൊന്നും എൻ്റെ കഴിവല്ല, അന്ന് എൻ്റെ കൈ പിടിപ്പിച്ച് ചെയ്തതാണെന്നുള്ളത് അവന് ബോധ്യം വരുന്ന, അവന് സമ്മതിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. ഇതുപോലെ വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നാമത്തെ വഴി എന്ന് പറയുന്ന ഒരു വഴിയുണ്ട്. ഈ ആദ്യത്തെ വഴി അല്ലെങ്കിൽ ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് അവൻ ചെയ്യുന്ന ഒരു കാര്യങ്ങൾക്കും പ്രശംസിപ്പാനില്ല. ഇത് ദൈവം തന്നെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ അവനെ കൊണ്ട് ചെയ്യിക്കുന്നതാണ്. വിശ്വാസത്തിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ആദ്യത്തെ സ്നേഹത്തിൽ എന്തെല്ലാം ചെയ്യും. നമ്മൾ ഗലാത്യ ലേഖനത്തിൽ വായിക്കുന്നത്, വേണമെങ്കിൽ നിങ്ങളുടെ കണ്ണ് ചൂഴ്ന്നെടുത്ത് തരാൻ നിങ്ങൾ ഒരുക്കമായിരുന്നു. സഭ അപ്പോസ്തലന്മാർ ചെല്ലുമ്പോഴത്തേക്കും എന്താ വേണ്ടേ? പൈസയോ, ഇനിയല്ല സഹായമോ, ഇനിയല്ല നിങ്ങളുടെ കണ്ണ് 2 ഇങ്ങോട്ട് എനിക്ക് വേണം എന്ന് പറഞ്ഞാൽ അതും കൂടി തരാൻ തയ്യാറായിരുന്നു. ഇതെങ്ങനെ സാധിക്കുന്നു? ഇത് ദൈവം
തൻ്റെ ആത്മാവിനെ കൊടുത്ത് ആദ്യത്തെ സ്നേഹത്തിൽ ആത്മാവിനാൽ അവനെ കൊണ്ട് ചെയ്യിക്കുന്ന പ്രവൃത്തിയാണ്. യഥാർത്ഥത്തിൽ അവൻ്റേതല്ല. എന്നാൽ രണ്ടാമത്തെ വഴി വന്നപ്പോഴത്തേക്കും തെറ്റി. ഇതെല്ലാം കഴിഞ്ഞ് ശോധന ചെയ്ത് ഇതെല്ലാം കഴിഞ്ഞ് പഠിപ്പിച്ചതിന് ശേഷം അപ്പോസ്തലനായ പൗലോസ് വീണ്ടും ചെന്നു. ആദ്യം കണ്ണ് ചുവന്നെടുത്ത് തരാൻ തയ്യാറായിരുന്നവർ രണ്ടാമത് ചെന്ന് രണ്ടാമത് ചെന്ന് ചില കാര്യങ്ങൾ, അവരെ തിരുത്തേണ്ട കാര്യങ്ങൾ, അവർ പോയിക്കൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ തെറ്റുള്ള കാര്യങ്ങൾ എടുത്തു പറഞ്ഞു. നിങ്ങൾ ചെയ്യുന്നതിൽ തെറ്റുണ്ട്, നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, നിങ്ങൾ തിരുത്തേണ്ടതുണ്ട്, കർത്താവിന് ഇഷ്ടമല്ല ഇതൊന്നും, വചനപ്രകാരം അത് തെറ്റാണ് മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം. ഈ വാക്ക് കേട്ടപ്പോഴേക്കും അവർ ശത്രുക്കളായി. അപ്പൊ അപ്പോസ്തലനായ പൗലോസ് ചോദിച്ചു, നിങ്ങൾ ഒരിക്കൽ ഞാൻ വരുമ്പോ ആദ്യത്തെ സ്നേഹത്തിൽ ആദ്യ കാലത്ത് ഞാൻ വരുമ്പോ ഞാൻ നിങ്ങളുടെ രണ്ട് കണ്ണ് നിങ്ങൾ ചൂടിനെടുത്ത് തരണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ തയ്യാറായിരുന്നല്ലോ സഹോദരന്മാരെ. ഇന്ന് ഞാൻ നിങ്ങളോട് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് സത്യം പറഞ്ഞതുകൊണ്ട് ഞാൻ ശത്രുവായി പോയല്ലോ. കാര്യങ്ങൾ മാറണം നോക്കിക്കൊള്ളണം. അപ്പൊ ആദ്യത്തെ പഠിച്ചതല്ല അവർ പിന്നെ പ്രവർത്തിച്ചത്. പഠിച്ചത് തന്നെ പ്രവർത്തിക്കുന്നവന് ഒരു ദോഷവും വരില്ല. കാരണം പഠിപ്പിച്ച ഗുരു എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവാണ് പഠിപ്പിച്ചത്. അതുകൊണ്ട് അതിൽ തെറ്റില്ല. ഇതുപോലെ തന്നെ ദാവീദിന് ഒരു വഴിയുണ്ടായിരുന്നു. പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴും തെറ്റുന്നവരുണ്ട്. അത് ദൈവത്തിൻ്റെ ഹിതത്തിൽ ഇല്ലാത്ത ഒന്ന് കൂട്ടിയാൽ മതി. ദാവീദിന് രണ്ട് വഴിയുണ്ടായിരുന്നു. ആദ്യത്തെ വഴി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് 2 ദിനവൃത്താന്തം 17-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ യഹോശാഫാത്തിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന വാക്യം നമ്മളൊന്ന് വായിക്കുക. യഹോശാഫാത്ത് തൻ്റെ പിതാവായ ദാവീദിൻ്റെ ആദ്യത്തെ വഴികളിൽ നടക്കുകയും ബാൽ വിഗ്രഹങ്ങളെ ആശ്രയിക്കാതെ തൻ്റെ പിതാവിൻ്റെ ദൈവത്തെ അന്വേഷിക്കുകയും ഇസ്രായേലിൻ്റെ ആചാരപ്രകാരം നടക്കാതെ ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുകയും ചെയ്തതുകൊണ്ട് യഹോവ അവനോടുകൂടെ ഉണ്ടായിരുന്നു. കർത്താവിനൊപ്പം അവിടെ നോക്കണം. അപ്പോൾ ദാവീദിന് രണ്ട് വഴി ഉണ്ടായിരുന്നു. ഒന്ന് ആദ്യത്തെ വഴി, ഒന്ന് രണ്ടാമത്തെ വഴി. ആദ്യത്തെ വഴി എന്ന് പറയുന്നത് എന്താണ്? ആദ്യത്തെ വഴി എന്ന് പറയുന്നത് ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ, നമ്മൾ പഠിച്ചതുപോലെ ദാവീദിനെ കർത്താവ് വിളിച്ചുകൊണ്ട് വന്ന് അഭിഷേകം ചെയ്ത് കൊണ്ടുവന്ന് ഒരു അധ്യാപകൻ കുഞ്ഞിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് എഴുതിക്കുന്നത് പോലെ, അല്ലെങ്കിൽ നിലത്ത് മണ്ണിലും മറ്റും എഴുതി പഠിപ്പിക്കുന്നത് പോലെ, കൈ പിടിച്ച് ആ പ്രവൃത്തി ചെയ്യിക്കുന്നത് പോലെ ദാവീദിനെ കൊണ്ട് ചെയ്യിച്ച പ്രവൃത്തികളുണ്ട്. ഈ പ്രവൃത്തികൾ ഏതാണ്? ഈ പ്രവൃത്തികൾ ദാവീദിന് പ്രശംസിക്കാനില്ല. പിന്നെയോ ദൈവം തൻ്റെ ആത്മാവിനാൽ ചെയ്ത പ്രവൃത്തിയാണ്. ദാവീദ് ഒരു ഉപകരണമായി എന്ന് മാത്രമേ ഉള്ളൂ. ഇത് തന്നെ ഇതുകൊണ്ടാണ് ദാവീദ് ചെയ്ത പ്രവൃത്തി യേശു അനുകരിച്ചത്. എന്തുകൊണ്ട്? ഒരിക്കൽ യേശു തൻ്റെ ശിഷ്യന്മാരുമായി യാത്ര പോകുമ്പോൾ അവർ ഭയങ്കര വിശപ്പ്. കാരണം വളരെ സമയമായിട്ടും ഭക്ഷണം കഴിക്കാതെ കൊണ്ട് വിശന്നപ്പോൾ ഈ കതിര് വിളഞ്ഞു നിൽക്കുക. ആ കതിര് പറിച്ച് അവർ തിന്ന്. ഈ കതിര് പറിച്ച് തിന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നിൽക്കുന്നവർ കണ്ടോ ശബത്തിൽ വിഹിതമല്ലാത്ത ചെയ്യുന്നത് കണ്ടോ? അവര് കർത്താവിൻ്റെ ശിഷ്യന്മാരാ, എന്നിട്ട് അവർ ചെയ്യുന്നത് കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞു, ദാവീദ് തനിക്കും തൻ്റെ കൂടെ ഉള്ളവരും കൂടി യാത്ര ചെയ്തു പോകുമ്പോൾ അന്നത്തെ മഹാപുരോഹിതൻ്റെ അടുക്കൽ ചെന്ന് ദൈവാലയത്തിൽ ചെന്ന് ഭക്ഷണം കഴിച്ചത് നിങ്ങൾക്കറിയാവോ? ശരിയാ. അന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ദിവസം തോറും കാഴ്ചയപ്പത്തിന്റെ മേശയിൽ കാഴ്ചയപ്പം അടുക്കി വെച്ചതിന് ശേഷം അത് മാറിക്കൊണ്ടിരിക്കും. എല്ലാ ദിവസവും മാറണം. ഈ മാറിക്കിട്ടുന്ന അപ്പം, ദിനം പ്രതി മാറുന്ന അപ്പം, അത് കഴിക്കുന്നത് പുരോഹിതന്മാർക്കാണ്. പുരോഹിതന്മാരല്ലാതെ വേറെ ആരും കഴിക്കാൻ പാടില്ല. പക്ഷേ ദാവീദ് മന്ദിരത്തിൽ ചെന്ന്
തനിക്കും തന്നോട് കൂടെയുള്ള ബാല്യക്കാർക്കും സ്നേഹിതർക്കും ഇത്തിരി ഭക്ഷണം എന്തെങ്കിലും കൊടുക്കണം എന്ന് ദാവീദ് പറഞ്ഞു. അപ്പൊ അന്നത്തെ പുരോഹിതൻ, അബ്യാഥാർ പുരോഹിതന്റെ കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലുള്ള പുരോഹിതൻ പറഞ്ഞു, ആ, ഭക്ഷണമൊന്നും ഇരിപ്പില്ല. സാധാരണ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒന്നുമില്ല ഇവിടെ. പിന്നെ ഇരിക്കുന്നുണ്ട്. ഏതാണെന്നറിയാമോ? കാഴ്ചയപ്പത്തിന്റെ മേശയിൽ നിന്ന് ദിനംതോറും മാറ്റി വയ്ക്കുന്ന അപ്പം ഇരിക്കുന്നു. ആ അപ്പം തരാം, പക്ഷെ നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കണം. സ്ത്രീകളോട് അകന്നിരിക്കുന്നുവെങ്കിൽ ഞാൻ തരാം എന്ന് പറഞ്ഞപ്പോ ദാവീദ് പറഞ്ഞു, ഞങ്ങൾ പുറപ്പെടുമ്പോൾ തന്നെ, ദിവസങ്ങളായി ഞങ്ങൾ പോന്നിട്ട്, അന്നേരം തന്നെ ഞങ്ങൾ വിശുദ്ധരാ, ഞങ്ങൾക്ക് ശുദ്ധീകരിച്ച ഞങ്ങൾ പോകുന്നത്. അതായത് ദിവസം കൊണ്ട് ഞങ്ങൾ ഒന്നിലേക്ക് ഒരു കാര്യത്തിലേക്ക് തിരിയുന്നില്ല. അപ്പോൾ ഇന്ന് എത്ര വിശുദ്ധമായിരിക്കും? അപ്പോൾ നോക്കിയപ്പോൾ ശരിയാണ്, അവർ ഒരു വിശുദ്ധീകരണത്തിൽ ആണ് മുമ്പോട്ട് പോകുന്നത്. ഇത് കണ്ടപ്പോൾ ഈ അപ്പം എടുത്ത് അവർക്ക് കൊടുത്തു, ദാവീദിനും കൂട്ടർക്കും കൊടുത്തു. ദാവീദിനും കൂട്ടർക്കും ഈ അപ്പം കിട്ടി, അവർ ഭംഗിയായിട്ട് കഴിച്ചു. ഇത് ശരിക്കും യഥാർത്ഥത്തിൽ ലംഘനമാണ്. കാരണം ഈ അപ്പം കഴിക്കാവുന്നത് പുരോഹിതന്മാർക്ക് മാത്രമേ ഉള്ളൂ, വേറെ ആർക്കും കഴിക്കാൻ പാടില്ല. എന്നാൽ യേശു അത് ഉദാഹരണമായിട്ട് എടുത്തു പറയാം. ദാവീദിനെ യേശു മാതൃകയാക്കിയെന്നല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത് കേട്ടാൽ. ഒരിക്കലും പാപത്തിൽ വീണ മനുഷ്യനെ യേശു മാതൃകയാക്കില്ല. പാപത്തിൽ വീണ മനുഷ്യൻ യേശുവിന് മാതൃകയല്ല. പിന്നെ എന്തുകൊണ്ട് ഇവിടെ യേശു തൻ്റെ വായ കൊണ്ട് പറഞ്ഞതാ? എന്ത്? ദാവീദിന്റെ പ്രവൃത്തി, ആ പ്രവൃത്തി അങ്ങനെ ചെയ്തെങ്കിൽ ഇതിങ്ങനെയും ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് പുരോഹിതന്മാർക്ക് മാത്രമല്ല മറ്റാർക്കും ഭക്ഷിക്കാൻ പാടില്ലാത്ത ഈ അപ്പം തിന്നത് ന്യായമാണെന്ന് യേശു അംഗീകരിച്ചു. അതായത് പരിശുദ്ധാത്മാവ് അംഗീകരിച്ചു. അതായത് സ്വർഗം, ദൈവം അംഗീകരിച്ചു. അത് ദൈവത്തിന്റെ പ്രവൃത്തി തന്നെയാണ്. അതെന്താണ് അതിന്റെ കാരണം? അത് ദാവീദ് ചെയ്തതല്ല. പിന്നെയോ, ആദ്യത്തെ വഴിയിൽ, ദാവീദിന്റെ 2 വഴികളുള്ളതിൽ ആദ്യത്തെ വഴികളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നടത്തി, പരിശുദ്ധാത്മാവ് ചെയ്ത പ്രവൃത്തിയാണ്. അതുകൊണ്ടാണ് യേശു അത് മാതൃകയാക്കി വരുന്നത്, അല്ലാതെ മനുഷ്യനെ മാതൃകയാക്കിയതല്ല. അപ്പോൾ ഇത് ഒന്നാമത്തെ വഴിയിൽ ചെയ്തത് ദൈവം തന്നെയാണ്, ദൈവത്തിന്റെ ആത്മാവ് തന്നെയാണ്, അത് മനുഷ്യനല്ല ചെയ്തത്. ഇനി രണ്ടാമത്തെ വഴി, ഈ ദാവീദ് തന്നെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഒരു കുഞ്ഞിനെ പഠിപ്പിക്കാനുള്ള പഠനം എല്ലാം കഴിഞ്ഞതിന് ശേഷം അവനെ കൊണ്ട് തന്നെ പഠിച്ചത് ചെയ്യാൻ പറഞ്ഞു. സ്കൂളിൽ കുട്ടികളോട് ടീച്ചർമാർ പറഞ്ഞു പോകുന്നത് കേട്ടിട്ടുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച 10 മുതൽ 15 വരെയുള്ള അക്കങ്ങൾ എല്ലാവരും എഴുതിക്കോ, 10 പ്രാവശ്യം മുതൽ അങ്ങ് എഴുതിക്കോ എന്ന് പറഞ്ഞിട്ട് പോകും. എഴുതാനായിട്ട് കുട്ടികൾ എപ്പോൾ പഠിച്ചു? അതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഇതുപോലെ പഠിച്ച കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവസരം കൊടുക്കുകയാണ്. ഇതിനാണ് രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത്. ആദ്യത്തെ വഴിയിൽ പഠിപ്പിച്ചു, രണ്ടാമത്തെ വഴിയിൽ സ്വന്തമായിട്ട് ചെയ്യണം. അതിൽ കൂടെ പോവില്ല, നിർബന്ധിക്കില്ല. അവിടെയാണ് മനുഷ്യന് തെറ്റുന്നത്. അവിടെയാണ്. അതുകൊണ്ടാണ് രണ്ടാമത്തെ വഴിയിൽ മനുഷ്യൻ തെറ്റാൻ സാധ്യതയുണ്ട്. കാരണം ആദ്യത്തേതുപോലെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിർബന്ധമോ പൂർണ്ണ നിയന്ത്രണമോ ഉണ്ടാവില്ല. സ്വന്തം ഇഷ്ടത്താൽ ചെയ്തു കൊള്ളണം. അവിടെയാണ് മനുഷ്യൻ തെറ്റുന്നത്. അങ്ങനെയാണ് ഈ ശൗലിനോട് പറയുന്നത്, ശൗലെ, ദൈവം പറഞ്ഞു, നീ നിന്റെ സ്വന്തം കാഴ്ചയ്ക്ക് എളിയവനായിരുന്നിട്ടും നിന്നെ ദൈവം ഇസ്രായേലിന്റെ പ്രഭു ആയിരിക്കാൻ തിരഞ്ഞെടുത്തു. അങ്ങനെ നിന്നെ തിരഞ്ഞെടുത്ത് നിന്നെ അഭിഷേകം ചെയ്ത് നടത്തിയതിന് ശേഷം
പിന്നെ യഹോവ നിന്നെ ഒരു വഴിക്ക് അയച്ചു. പിന്നെ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വഴി, ആദ്യത്തെ വഴിയിൽ ചില കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചതിന് ശേഷം പിന്നെ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വഴിയിൽ ഒരു വഴിക്ക് അയച്ചു. ആ വഴിക്ക് അയച്ചപ്പോൾ അവൻ തെറ്റി. അവൻ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാതെ മനുഷ്യനെ ഭയപ്പെട്ട് മനുഷ്യൻ്റെ കൽപ്പന അനുസരിച്ച് പാപം ചെയ്തു. അപ്പോൾ മനുഷ്യൻ മുഴുവൻ തെറ്റുന്നത് രണ്ടാമത്തെ വഴിയിലാണ്, ആദ്യത്തെ വഴികളിലല്ലെന്നർത്ഥം. ഈ ദാവീദും അതുപോലെ തന്നെ ആദ്യത്തെ വഴികളിൽ പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെ ഹിതപ്രകാരം നടന്നു. രണ്ടാമത്തെ വഴിയായപ്പോഴത്തേക്കും എത്രയൊക്കെ തെറ്റ് വന്നു? ജനത്തെ എണ്ണി. ദൈവം പഠിപ്പിച്ചതാണോ? ദാവീദിനോട് ചോദിക്കുക, ഈ ജനത്തെ എണ്ണിയല്ലോ, ഇസ്രായേൽ ജനത്തെ എണ്ണാനുള്ള വ്യവസ്ഥയുണ്ടല്ലോ, ഉണ്ട്. നീ എണ്ണിയത് ദൈവം നിന്നെ പഠിപ്പിച്ചതാണോ? അല്ല. ഈ ഊര്യാവിൻ്റെ ഭാര്യയെ എടുത്തു, ദൈവത്തെ നിരസിച്ച് ഊര്യാവിൻ്റെ ഭാര്യയെ എടുത്തു. അത് നിന്നെ ദൈവം പഠിപ്പിച്ചതാണോ? ഒന്നാമത്തെ വഴിയിൽ നീ പഠിച്ച കാര്യമാണോ ചെയ്തത്? അതാണോ ചെയ്തത്? അല്ല. ഇങ്ങനെ രണ്ടാമത്തെ വഴികളിൽ മനുഷ്യൻ തെറ്റുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, നമുക്ക് മീഖാപ്രവചനം 6-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം മുതൽ നമുക്കൊന്ന് വായിക്കാം. ഒരു മനുഷ്യൻ ചിന്തിക്കുകയാണ്, ഒരു മനുഷ്യൻ വിചാരിക്കുകയാണ്, ഞാൻ കർത്താവിൻ്റെ അടുക്കൽ പോകാൻ പോവാം, എന്തുകൊണ്ടാണ് ഞാൻ ചെല്ലേണ്ടത്? അദ്ദേഹത്തിനൊരു സംശയം, ദൈവം പ്രസാദിക്കണം, എന്താ ചെയ്യണ്ടേ? അപ്പോൾ എന്തോന്നുകൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് അത്യുന്നത ദൈവത്തിന് മുമ്പാകെ കുമ്പിടേണ്ടു? ഞാൻ എന്താ അവൻ്റെ മുമ്പാകെ കുമ്പിടാൻ ആയിട്ട് കൊണ്ടുപോകേണ്ടത്? ഞാൻ എങ്ങനെ ചെല്ലണ്ടേ? ഞാൻ ഹോമയാഗങ്ങളോടും 1 വയസ്സ് പ്രായമുള്ള കാളക്കിടാക്കളോടും കൂടെ അവൻ്റെ സന്നിധിയിൽ ചെല്ലണമോ? ഇന്ന് കർത്താവിന് ഹോമയാഗം കഴിക്കാൻ കൊണ്ടായാലോ? 1 വയസ്സ് പ്രായമുള്ള ഒരു കാളക്കിടാവിനോട് കൂടി കൊണ്ടുപോയി യാഗം കഴിച്ചാലോ? തൃപ്തി വരുന്നില്ല. ദൈവത്തിന് ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട് തൃപ്തി വരുന്നില്ല. കാരണം ദൈവത്തിൻ്റെ സന്നിധി ചെല്ലുമ്പോൾ പല ചിന്തകളല്ലേ. ഞാൻ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ, ഇന്ന് ഞാൻ ചെന്ന് ഈ ഒരു വഴിപാടിട്ടാൽ ദൈവം പ്രസാദിക്കും. ഏത് വഴിപാടും ഏത് കാര്യം ചെയ്യുമ്പോഴും അവനവൻ്റെ സ്വന്തം പ്രാണന് ഒരു സന്തോഷമുണ്ട്. അത് വന്നാൽ മാത്രമേ തൃപ്തി വരൂ. അത് ചിന്തിച്ചാൽ മതി. ആരായിരുന്നാലും ദൈവത്തിന് വഴിപാട് കൊണ്ട്, ഇപ്പോൾ കയീൻ ദൈവത്തിന് വഴിപാട് കൊണ്ടുപോയി. ഈ വഴിപാട് കൊണ്ടുപോകുമ്പോൾ തന്നെ ഞാൻ അത് കഴിച്ചിട്ട് മടങ്ങി വരുന്ന കാര്യം ചിന്തിച്ചാൽ മതി. ഞാൻ കർത്താവിന് വഴിപാട് കഴിക്കാൻ പോവുകയാണെന്ന് ചിന്തിച്ചാൽ മതി. അപ്പോൾ പ്രാണന് ഒരു സന്തോഷം ഉണ്ടാവും, അത് ശരിയാണെങ്കിൽ. ഇല്ലെങ്കിൽ സന്തോഷം ഉണ്ടാവില്ല, തൃപ്തി ഉണ്ടാവില്ല. പക്ഷെ മനുഷ്യൻ ഇത് ചെയ്യില്ല. മനുഷ്യൻ സ്വയമായിട്ടിരുന്ന് തൻ്റെ പ്രാണൻ, ഞാൻ ഇപ്പോൾ ഇന്ന് കൊണ്ടുപോയി ദൈവത്തിൻ്റെ സന്നിധിയിൽ എൻ്റെ വസ്തുക്കളെല്ലാം വിറ്റ് കർത്താവിന് ദാനം ചെയ്യാൻ പോവാ, ഇത് പറഞ്ഞതിന് ശേഷം ഞാൻ വലിയ കാര്യങ്ങൾ ചെയ്തു എന്നാണ് ഞാൻ ധരിക്കുന്നത്. ഞാൻ ഭയങ്കര കാര്യം ചെയ്തു. അതല്ല. ഞാൻ അങ്ങനെ നല്ല കാര്യം എല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാൻ പോവുക, കാര്യങ്ങൾ തീരുമാനിച്ചതിന് ശേഷം സ്വന്തം പ്രാണനിലേക്ക് നോക്കണം. തൃപ്തിയാണോ? തൃപ്തിയാണെങ്കിൽ കുഴപ്പമില്ല. തൃപ്തി അല്ലെങ്കിൽ ചിന്തിക്കണം, എന്താ കർത്താവ്, ഞാൻ നിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ ഞാൻ നിന്നെ നിനക്ക് വേണ്ടി എന്ത് ചെയ്താലാണ് നീ പ്രസാദിക്കുന്നത്? എന്താണ് നിനക്ക് താല്പര്യം? ഇതിരുന്ന് ചിന്തിക്കണം. ഇതിരുന്ന് ചിന്തിക്കുമ്പോൾ നാം വായിക്കുന്ന എഴുതിയിരിക്കുന്ന ഈ ഭക്തന് ഞാൻ ഹോമയാഗങ്ങൾ കൊണ്ട് പോയി, 1 വയസ്സുള്ള ഒരു കാളക്കിടാവിനെ കൊണ്ട് പോയിട്ട് അവിടെ കൊണ്ട് യാഗം കഴിച്ചു. ദൈവത്തിന് പ്രസാദിക്കുമോ? പ്രസാദമാണോ? എന്ന് പറയുമ്പോൾ തൃപ്തിയില്ല. ഏത് മനുഷ്യൻ്റെയും ജീവിതം കായീൻ്റെ വഴിപാടിൽ മാത്രമല്ല, കായീനിലും അവൻ്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചില്ല. എന്നാൽ ഹാബേലിലും അവൻ്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചു. നമ്മൾ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു പ്രവർത്തനം, ഒരു വഴിപാട് ചെയ്യുന്നതിന് മുമ്പ്, ദൈവത്തിന് വേണ്ടി ഒരു യാഗം കഴിക്കുന്നതിന് മുമ്പ് അത്
നമ്മൾ മനസ്സുകൊണ്ട് കഴിക്കണം. അവിടെയാണ് അതിൻ്റെ വിഷയം. 110 സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിന്റെ പ്രമാണങ്ങൾ അതിശയകരമായ ആകയാൽ എൻ്റെ മനസ്സവയെ പ്രമാണിക്കുന്നു. ഏറ്റവും ആദ്യം ശരീരം കൊണ്ട് പ്രവർത്തിക്കുന്നതിനേക്കാൾ മുമ്പ് മനസ്സുകൊണ്ട് അത് നിവർത്തിക്കണം. മനസ്സുകൊണ്ട് നിവർത്തിച്ച് കഴിയുമ്പോൾ ദൈവം അവിടെ ഇടപെടും. അതിൽ ദൈവം പ്രസാദിക്കും. അപ്പോൾ പ്രാണന് തൃപ്തി വരും. അതാണ് പ്രവർത്തിക്കേണ്ടത്. അതാണ് പ്രവർത്തിക്കേണ്ടത്. അതിൻ്റെ മനസ്സവയെ പ്രമാണിക്കുന്നു. ഇതുപോലെ തന്നെയാണ് അബ്രഹാമിനോട് പറഞ്ഞത്. അബ്രഹാമേ, ബാലിന്റെ മേൽ കൈവയ്ക്കരുത്. നീ ദൈവത്തെ ഭയപ്പെടുന്നത് എനിക്ക് മനസ്സിലായി. കാരണം നിന്റെ മനസ്സുകൊണ്ട് നീ യാഗം കഴിച്ചു കഴിഞ്ഞു. നിന്റെ ഹൃദയം കൊണ്ട് നീ അത് ചെയ്തു കഴിഞ്ഞു. നീ ദൈവത്തെ ഭയപ്പെടുന്നത് എനിക്ക് മനസ്സിലായി. നീ അത് ചെയ്യണ്ട എന്ന് തടുത്തത് കൊണ്ടാണ്. ഏറ്റവും ആദ്യമേ വേണ്ടത് അതാ. അതില്ലാത്തവൻ്റെ യാഗവും അതില്ലാത്തവൻ്റെ വഴിപാടും ഒക്കെ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് പ്രസാദമല്ല. ദൈവം അത് താല്പര്യപ്പെടുന്നുമില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇപ്രകാരമാണ്. ഏറ്റവും ആദ്യം തന്നെ ഈ ഭക്തൻ ഇരുന്നോട് ചിന്തിക്കുകയാണ്, എന്തോന്നുകൊണ്ട് ഞാൻ കർത്താവിൻ്റെ മുൻപാകെ ചെല്ലേണ്ടു. ശ്രദ്ധയോടെ നോക്കി. ഹോമയാഗങ്ങളും 1 വയസ്സ് പ്രായമുള്ള കാളക്കിടാവിനോടും കൂടി ഞാൻ ചെന്ന് യാഗം കഴിച്ചാലോ? ഇത് പറഞ്ഞതിന് ശേഷം പ്രാണനിലേക്ക് നോക്കി. ഒരു തൃപ്തിയില്ല. അടുത്തത് ചിന്തിക്കുക. 1000 ആട്ടുകൊറ്റനിലും 10,000 തൈലനദിയിലും യഹോവ പ്രസാദിക്കുമോ? 1000 ശലോമോൻ ആലയത്തിൻ്റെ പ്രതിഷ്ഠയ്ക്ക് 1,20,000 യാഗം കഴിച്ചു. 1,20,000. അതുപോലെ ഒരു 10,000 ആടുമാടുകളെ കൊണ്ടുപോയി ഞാൻ യാഗം കഴിച്ചാലോ? കാരണം എനിക്കുള്ളതെല്ലാം വിറ്റ് ഈ കാര്യങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കണം. അതാണ് അതിൻ്റെ ഉദ്ദേശം. ദൈവം പ്രസാദിക്കണം. അപ്പോൾ ആട്ടുകൊറ്റനിലും കാളക്കിടാക്കളിലും ഇങ്ങനെ 10,000 ഒന്ന് കൊണ്ടുപോയി യാഗം കഴിച്ചു നോക്കി. വീണ്ടും പ്രാണനിലേക്ക് നോക്കി. സാറ്റിസ്ഫാക്ഷൻ ഇല്ല, തൃപ്തിയില്ല. ഒരു പെർഫെക്ഷൻ കിട്ടണ്ടേ? ഇല്ല. എന്താ പിന്നെ എന്താ ഞാൻ ചെയ്യണ്ടേ? അടുത്തത്, തൈല നദിയിൽ ഒഴിക്കാലോ? മറിയ തൈലം പൂശി, അതായത് സ്വച്ഛ ജഡമാംസി, വില കൂടിയ തൈലം കർത്താവിനെ പൂശി സാക്ഷ്യം പ്രാപിച്ചതാണ്. ഞാൻ വെച്ച് തൈലമായിട്ട് പോയാലോ? നോക്കി, തൃപ്തിയില്ല. അങ്ങനെ അടുത്ത് വന്നപ്പോൾ എൻ്റെ അതിക്രമത്തിന് വേണ്ടി ഞാൻ എൻ്റെ ആദ്യാദിനെയും ഞാൻ ചെയ്ത പാപത്തിന് വേണ്ടി എൻ്റെ ഉദരഫലത്തെയും കൊടുക്കണമോ? എനിക്ക് പല മക്കളുണ്ട്, 4 മക്കളുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പിഴവ് കിടക്കുന്നുണ്ട്. അതിൻ്റെ പരിഹാരത്തിന് വേണ്ടിയിട്ട് എൻ്റെ മൂത്ത മകനെ യാഗം കഴിച്ചാലോ? അബ്രഹാമിനെ കൊടുത്ത് അബ്രഹാം യാഗം കഴിക്കാൻ കൊണ്ടുപോയതുപോലെ. അത് വലിയ യാഗമല്ലേ? അതെന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമല്ലേ? എൻ്റെ ഉദരഫലത്തെ ഞാനും കൊടുത്തു കഴിഞ്ഞാലോ? എൻ്റെ മക്കളല്ലേ, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതല്ലേ, അത് കൊടുത്താലോ? വീണ്ടും നോക്കി, പോരാ. തൃപ്തിയില്ല. സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ അനവധി കാര്യങ്ങൾ ചെയ്യുന്നത് ദൈവത്തിന് പ്രസാദമാണോ എന്ന് അറിയുന്നില്ല. അത് ദൈവത്തിന് ഇഷ്ടമാണോ? ദൈവം ചോദിച്ചിട്ടാണോ? ദൈവം പറഞ്ഞിട്ടാണോ? അത് ദൈവം പ്രസാദിക്കുമോ? ഒരു നിശ്ചയമില്ല. നിശ്ചയമില്ലാതെ പോകുന്നവരാണ് അധികവും. നിശ്ചയമില്ലാതെ എനിക്ക് കഴിവുള്ളത് ഞാൻ ചെയ്യും, ദൈവം പ്രസാദിക്കുമല്ലോ എന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ അങ്ങനെയല്ല ഭക്തൻ. യഥാർത്ഥത്തിൽ ഭക്തൻ എന്ന് പറയുന്നത് ഏറ്റവും ആദ്യമേ ഇരുന്ന് ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ ദൈവം പ്രസാദിക്കുമോ എന്ന് ചിന്തിക്കണം. ചിന്തിക്കുന്നതിനെ ദൈവം അന്വേഷിക്കുന്നവൻ കണ്ടെത്തും, അതിലെത്തിക്കുക തന്നെ ചെയ്യും. അപ്പോൾ സ്വന്തം മൂത്ത മകനെ ഉദരഫലത്തെ യാഗം കഴിക്കാൻ ഒരുങ്ങിയിട്ടും തൃപ്തി വരുന്നില്ല. അടുത്തത്, ദൈവാത്മാവ് ഇടപെടുക. അതിൻ്റെ
8-ാം വാക്യത്തിൽ, മനുഷ്യ, നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. നീ എത്ര നാളായി വിശ്വാസത്തിൽ വന്നിട്ട്? എത്ര നാളായി വിശ്വാസം? വർഷങ്ങളായി. വിശ്വാസത്തിൽ വന്നപ്പോൾ ആദ്യത്തെ നാളുകളിൽ ഒന്ന് ചിന്തിച്ചു നോക്കി. ഒന്ന് ചിന്തിച്ചു നോക്കി. നിന്നെ ഒരു അധ്യാപകൻ തൻ്റെ കയ്യിൽ പിടിച്ച്, അല്ലെങ്കിൽ അപ്പനോ അമ്മയോ കയ്യിൽ പിടിച്ച് അകാരാതി എഴുതിക്കുന്നത് പോലെ അക്ഷരമാലകൾ, അക്കങ്ങൾ എഴുതി ഉച്ചാരണത്തോടുകൂടി ശബ്ദിച്ച് നിന്നെ കൊണ്ട് ആവർത്തിച്ച് 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 പഠിപ്പിക്കുന്നത് പോലെ നിന്നെ പഠിപ്പിച്ച് നല്ലതെന്തെന്ന് നിനക്ക് കാണിച്ചു തന്നിട്ടില്ലേ? ഇല്ലേ? ഇത് ഒരാളോട് മാത്രമല്ല, കർത്താവ് വിളിച്ചു വരുന്ന എല്ലാവരോടുമുള്ള ദൂതാണ്, എല്ലാവരോടുമുള്ള പാഠമാണ്. നിനക്ക് കാണിച്ചു തന്നിട്ടില്ലേ ഈ നല്ലത് എന്താന്ന്? അന്ന് അത് നിന്റെ ഹിതപ്രകാരമാണെന്ന് നീ ചിന്തിച്ചു. അന്ന് നീ കർത്താവിന്റെ ദാസന്മാർ വരുമ്പോ കണ്ണ് ചോഴ്ന്നെടുത്ത് തരുവാൻ കൊടുക്കാൻ ഒരുക്കമായിരുന്നു. എന്തും കർത്താവിന് വേണ്ടി ചെയ്യാൻ ഒരുക്കമായിരുന്നു. അന്ന് നിന്നെ ദൈവത്തിന്റെ ആത്മാവ് പഠിപ്പിച്ചത് എന്താണെന്നൊന്ന് ചിന്തിച്ചു നോക്കി. നല്ലത് എന്താണെന്ന്, നീ ചെയ്യേണ്ടത് എന്താണെന്ന് നിന്നെ പഠിപ്പിച്ചില്ലേ? ശ്രദ്ധിച്ചു നോക്കി. ശരിയാ, ഞാൻ വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതാണ് പറഞ്ഞിരിക്കുന്നത്, നീ ഇതിന്റെ പുറകെ എന്തെല്ലാം ചെയ്തോ, എന്തെല്ലാം ചെയ്തോ, പ്രസാദിക്കില്ല മോനെ. പ്രസാദിക്കണമെങ്കിൽ നിന്നെ പഠിപ്പിച്ചത് ചെയ്യണം. നിന്നെ പഠിപ്പിച്ചത് ചെയ്യണം. അതാണ് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. അതായത് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ എഫേസോസിലെ സഭയുടെ ദൂതനെ എഴുതുക, 7 നക്ഷത്രം വലം കൈയിൽ പിടിച്ചും കൊണ്ട് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാരല്ലാതിരിക്കെ അപ്പോസ്തലന്മാരെന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാത്തതും ഞാൻ അറിയുന്നു. എന്തൊക്കെയാ കാര്യങ്ങൾ നിന്റെ, എന്തൊക്കെ അറിയുന്നു? നിന്റെ പ്രവൃത്തി ദൈവം അറിയുന്നു. ഒരാക്ഷേപമില്ല. നീ എന്തെല്ലാം കാര്യങ്ങളാ കർത്താവിന് വേണ്ടി ചെയ്യണേ, എന്തെല്ലാം കാര്യങ്ങളാ കർത്താവിന് വേണ്ടി ചെയ്യണേ, അത് കർത്താവ് അറിയുന്നു. പ്രയത്നം, കഷ്ടപ്പാട് കർത്താവ് അറിയുന്നു. സഹിഷ്ണുതയുള്ളവർ എന്തോരം നീ സഹിക്കുന്നുണ്ട്, എല്ലാം കർത്താവ് അറിയുന്നുണ്ട്. കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തത്, കൊള്ളരാത്ത മനുഷ്യരെ നിനക്ക് സഹിക്കാൻ പാടില്ലാത്തത് ദൈവം അറിയുന്നുണ്ട്. അപ്പോസ്തലന്മാരല്ലാതിരിക്കുക, അപ്പോസ്തലന്മാരെന്ന് പറഞ്ഞ് വേഷം കെട്ടുകാരെ കണ്ടുപിടിച്ച് അവരെ കള്ളന്മാരെന്ന് നീ കണ്ടുപിടിച്ചതും നീ ആ എരുവേ, അതെല്ലാം നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമനിമിത്തം നീ സഹിച്ചതും കർത്താവിന്റെ നാമനിമിത്തം എന്തോരം കഷ്ടതയാണ് നീ സഹിച്ചത്, തളർന്നു പോകാത്തതും ഞാൻ അറിയുന്നു. ഇത്രയെല്ലാം സഹിച്ചിട്ട് നീ തളർന്നു പോയിട്ടില്ല, അതും ഞാൻ അറിയുന്നു. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞെന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട്. ദൈവമേ, ഇനി എന്നാ ആദ്യ സ്നേഹം? ഇനി എന്താ ആദ്യ സ്നേഹം? ഇപ്പൊ ഈ പറഞ്ഞതിൽ ഇല്ലാത്തത് എന്താ അവൻ ചെയ്യണ്ടേ? ഇനി ഞാൻ എന്ത് ചെയ്യണം? ദൈവമേ, ഇനി ഞാൻ എന്ത് ചെയ്യണം? സാധാരണ ഒരു മനുഷ്യന്റെ അവസ്ഥ നമ്മൾ ചിന്തിക്കണം. നമ്മൾ ആ പറഞ്ഞത് ഒന്ന് വായിച്ചു നോക്കി. ഇത്രയെല്ലാം ഉള്ളവൻ കുറ്റക്കാരനായിരിക്കുമെന്ന്. പ്രവൃത്തിയുള്ളവൻ, സഹിഷ്ണുതയുള്ളവൻ, പ്രയത്നം ചെയ്തവൻ, കൊള്ളരാത്തവരെ സഹിക്കാത്തവൻ, അപ്പോസ്തലന്മാരല്ലാതിരിക്കെ അത് വേഷം കാണിച്ചു വന്നവരെ കള്ളന്മാരെന്ന് കണ്ടത്, സഹിഷ്ണുതയുള്ളത്, ഈ കർത്താവിന്റെ നാമനിമിത്തം സഹിച്ച സഹനവും, എന്നിട്ടും തളർന്നു പോകാത്തത്, എല്ലാം അറിയുന്ന ഒരു ദൈവം പറയുകയാണ്, ഒരു കുറവ് നിനക്കുണ്ട്.
ഒരു കുറവും നിനക്കുണ്ട്. ആദ്യ സ്നേഹം വിട്ടുപോയി എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് കുറവാണ്. അതെന്താ? അതിനിപ്പം എന്താ ചെയ്യണ്ടേ? പ്രവർത്തിക്കുന്നുണ്ടല്ലോ, നാമം സഹിക്കുന്നുണ്ടല്ലോ, പ്രയത്നിക്കുന്നുണ്ടല്ലോ, സഹിഷ്ണുതയുണ്ടല്ലോ. ഇനി ആദ്യ സ്നേഹമെന്ന് പറഞ്ഞ് ഞാൻ എങ്ങനെ അതെന്താ ഈ ചെയ്യണ്ടേ? ഇവിടെയാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. മനുഷ്യ, നല്ലതെന്തെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. നീ പറഞ്ഞത് മുഴുവനും ചെയ്തിട്ടുണ്ട്. പക്ഷെ നിന്നെ ഞാൻ കാണിച്ചു തന്ന ഒരു കാര്യമില്ല അതിനകത്ത്. അയ്യോ, നീ എന്നെ കാണിച്ചു തന്നൊരു കാര്യം അതില്ല. ഗലാത്യർക്ക് ലേഖനം എഴുതും അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ ഈ കാര്യം മാത്രം ചെയ്യുന്നില്ല. അന്ന് കണ്ണ് ചുവന്നെടുത്ത് തരാൻ നിങ്ങളുടെ രണ്ട് കണ്ണും ചുവന്നെടുത്ത് തരാൻ ഒരുക്കമായിരുന്നു, ഇപ്പം അതിന് തയ്യാറില്ല. നിങ്ങളുടെ കാര്യങ്ങൾക്കെല്ലാം, നിങ്ങൾ പ്രവർത്തിച്ചതിനെല്ലാം അർത്ഥമുണ്ടാവണമെങ്കിൽ, അതിനെല്ലാം അതിൻ്റെതായ നിലയിൽ പ്രതിഫലം ഉണ്ടാകണമെങ്കിൽ അതിലേക്ക് വരണം. ഏതിലേക്ക്? ഓർത്തുകൊള്ളണം. ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞെന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നെന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. ഒരു പ്രവൃത്തിയുണ്ട്. പറഞ്ഞതുപോലെ കണ്ണ് ചുവന്നെടുത്ത് തരുന്ന ഒരു പ്രവൃത്തി അതുണ്ട്. രണ്ടുപേര് അന്ന് അന്ന് ആ കണ്ണ് രണ്ട് കണ്ണും ചുവന്നെടുത്ത് തരാൻ ഒരുക്കമായിരുന്നു. ഇന്ന് അതിനോട് ഇങ്ങോട്ട് തരാമോ, ഇന്ന് അതിങ്ങ് തന്നേര് എന്ന് ചോദിക്കുന്നതല്ല. ആദ്യം രണ്ട് കണ്ണ് ചുവന്നെടുത്ത് തരാൻ നീ ഒരുക്കമായിരുന്നു. അന്ന് ആദ്യം നിന്നെ പഠിപ്പിച്ചത് ദൈവാത്മാവ് പഠിപ്പിച്ചതാ അത്. ഇന്ന് രണ്ട് കണ്ണും ചുവന്നെടുത്ത് ഒന്ന് കൊടുക്കാനല്ല പറയുന്നത്. പിന്നെന്താ വചനം പറയുന്നത്? ആദ്യം കേട്ടല്ലോ, എൻ്റെ മനസ്സവയെ പ്രമാണിക്കും. അതിനാദ്യം മനസ്സിൽ പ്രവർത്തിക്കുക, മനസ്സുകൊണ്ട് അത് പ്രവർത്തിക്കുക. അത് മനസ്സുകൊണ്ട് പ്രവർത്തിച്ചു കഴിയുമ്പോഴത്തേക്കും അബ്രഹാമിനോട് പറഞ്ഞതുപോലെ പറയും, അബ്രഹാമേ, ബാലന്റെ മേൽ കൈവയ്ക്കരുത്. ഇതുപോലെ തന്നെ കർത്താവ് പറയും, മനുഷ്യ, മകനെ, നീ നിനക്ക് തന്നെ ഒരു ദോഷം ചെയ്യണ്ട. നിന്റെ കണ്ണൊന്നും എനിക്ക് വേണ്ട. നിന്റെ ഒരു മനുഷ്യൻ, ഏകജാതനായ മനുഷ്യനൊന്നും, മകനെയൊന്നും എനിക്ക് വേണ്ട. നിനക്കുള്ളതിനെ അല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, നിന്നെയാണ് ആഗ്രഹിക്കുന്നത്. നിന്റെ മനസ്സഭയെ പ്രമാണിച്ചല്ലോ മതി. 32 സങ്കീർത്തനം പറയുന്നത്, ഞാൻ ഈ പാവങ്ങൾ യഹോവയോട് ഏറ്റുപറയുമെന്ന് ഞാൻ എൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു. അപ്പോൾ അവൻ എൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. എൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. സമ്മതിച്ചാൽ മതി. ഹൃദയമാണ് കർത്താവിന് വേണ്ടത്. ഇതാ കർത്താവ് കാണിച്ചു തന്നത്. എന്നിട്ട് പറയുകയാണ്, നീ മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അപ്പൊ ഈ പറഞ്ഞ ലിസ്റ്റിലൊന്നും ഇല്ലാത്തൊരു പ്രവൃത്തി ഉണ്ട്. ആദ്യത്തെ സ്നേഹത്തിൽ നിന്ന് ഉരുവായ ഒരു പ്രവൃത്തി ദൈവത്തിന്റെ ആത്മാവ് പഠിപ്പിച്ചതുണ്ട്. അത് ഓരോരുത്തർക്കും ഓരോന്നാണ്. ദൈവമേ, ഓരോരുത്തർക്കും ഓരോന്നാണ്. അത് ചെയ്തേ പറ്റൂ. അത് മാറിയിട്ട് ദൈവവുമായിട്ടുള്ള ബന്ധം യഥാസ്ഥാനപ്പെടാമെന്ന് വിചാരിക്കേണ്ട. അപ്പോൾ ഒരാൾ വരുമ്പോഴത്തേക്കും ഇന്ന് ലോകം മുഴുവൻ സുവിശേഷം അറിയിക്കും, അനേകർക്ക് ദാനം ചെയ്യുന്നു, അനേകർ സത്യം അറിയുന്നു. ഈ മനുഷ്യൻ അനേക കഷ്ടങ്ങൾ സഹിക്കുന്നു, അനേക വേദനകൾ തൻ്റെ ജീവിതത്തിൽ വേദനകൾ കൂടി കടന്നു പോകുന്നു. ഈ കാര്യങ്ങളെല്ലാം ശരി തന്നെയാണ്. ഇത്രയെല്ലാം തൻ്റെ ജീവിതത്തിൽ കൂടി കടന്നു പോകുന്നു. അപ്പോഴും പറയുകയാണ്, മനുഷ്യ, നല്ലതെന്തെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട്, അത് ഇതുവരെയും വന്നിട്ടില്ല. ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്ന അതാ. മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്ന അതാ. അത് തന്നെ സാത്താൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതില്ലാതാക്കണം, അതിന് വിരുദ്ധമായിട്ട് ചെയ്യാനാണ് സാധാരണ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം കർത്താവിനോടുള്ള സ്നേഹത്തിൽ, ആദ്യ സ്നേഹത്തിൽ ശൗല് ആ നാട്ടിലുണ്ടായിരുന്ന സകല മന്ത്രവാദികളെയും, സകല
ക്ഷുദ്രക്കാരെയും ആഭിചാരകന്മാരെയും സകലനെയും നശിപ്പിച്ചു കളഞ്ഞു, കൊന്നുകളഞ്ഞു, ഇല്ലാതാക്കി കളഞ്ഞു. അപ്പൊ ദേശത്ത് ഒരു ആഭിചാര പ്രവൃത്തി ചെയ്യുന്ന ഒരാളില്ല, വെളിച്ചപ്പാടിന്റെ ആത്മാവുള്ള ഒരാളില്ല, സകലതിനെയും നശിപ്പിച്ചു കളഞ്ഞു. അവരൊക്കെ ജീവന് വേണ്ടി ഓടി, അനേകം പേർ പട്ടുപോയി. ഇത് ദൈവം കുറിച്ച് വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ സാത്താനും കുറിച്ച് വെച്ചിരിക്കുകയാണ്. അതില് ഒരു ഒരു സ്ത്രീയെ ശേഷിപ്പിച്ചിരിക്കുകയാണ്. വെളിച്ചപ്പാടിന്റെ ആത്മാവുള്ള ഒരു സ്ത്രീയെ ശേഷിപ്പിച്ചിരിക്കുകയാണ്. കാരണം ഇവൻ എന്ത് ആദ്യ സ്നേഹത്തിൽ ചെയ്തുവോ അതിന് വിപരീതമായിട്ട് ഇവനെ കൊണ്ട് ചെയ്യിക്കാമെന്ന് പ്രത്യാശയുള്ള സാത്താൻ നോക്കിയിരിക്കുക. അപ്പോ ഇവൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞ് അവസാനം ദൈവത്തിന്റെ ആത്മാവ്, നമ്മൾ വായിച്ചല്ലോ, മനുഷ്യൻ നല്ലതെന്തെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. വെളിച്ചപ്പാടിന്റെ അടുക്ക പോകരുത്, ആഭിചാരം ചെയ്യരുത്, ക്ഷുദ്രം ചെയ്യരുത്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒന്നും ഇടപെടാൻ പാടില്ല എന്ന് പറഞ്ഞ ആ പറഞ്ഞ് പഠിപ്പിച്ച അതേ പഠനം അത് പഠിച്ചവനാണ് ശൗല്. ഒടുവില് അവിടെ തന്നെ പോയി. ഞാൻ ചോദിച്ചിട്ട് ദൈവം ഉത്തരമരുളുന്നില്ല. സ്വപ്നത്തിലോ ദർശനത്തിലോ പ്രവാചകന്മാരെ കൊണ്ടോ എനിക്ക് ദൈവം മറുപടി തരുന്നില്ല. ആകയാൽ എനിക്ക് വേണ്ടി ഒരു വെളിച്ചപ്പാടത്തി അന്വേഷിക്കുകയും അവരുടെ അടുത്ത് ഞാൻ ആലോചന ചോദിക്കണം. രാജകൽപ്പനയാണ്. മനുഷ്യ, നല്ലതെന്തെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തന്നു. ഇത് നിനക്ക് കാണിച്ചു തന്നതാണോ? ആദ്യത്തെ വഴിയിൽ നിന്നെ പഠിപ്പിച്ചതാണോ ഇത്? അതാണോ? നീ ഇത് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് പ്രാണനോടൊന്ന് ചോദിക്ക്, തൃപ്തിയാണോ? എൻ്റെ ഈ യാത്ര ശുഭമാണോ? എൻ്റെ പ്രാണൻ തൃപ്തിയായിട്ടാണോ ഇരിക്കുന്നത്? ഒന്ന് ചോദിക്ക്. അത് മനസ്സിലാവും. ചോദിച്ചില്ല. പോയി ആലോചന ചോദിച്ചു, അതിനാൽ മരിക്കേണ്ടി വന്നു. എല്ലാ ഭക്തന്മാരെക്കുറിച്ചും പൈശാചിക ശക്തി ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. എന്നാൽ തൻ്റെ ഭക്തന്മാരോട് ദൈവം പറയുന്നു, വൻ കാര്യങ്ങളല്ല, ഇതൊന്നുമല്ല. ഈ പറയുന്ന കാര്യങ്ങൾ മനുഷ്യന്റെ മുൻപാകെ ഉന്നതമായത് ദൈവത്തിന്റെ മുൻപാകെ അറപ്പത്രേ. നമ്മൾ വൻ കാര്യങ്ങൾ ചെയ്തു എന്ന് വിചാരിക്കുന്നു. ദൈവത്തിന് മുമ്പാകെ അത് വൻ കാര്യങ്ങളല്ല. ദൈവത്തിന് മുമ്പാകെ വൻ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, വിശ്വാസത്തിലേക്ക് അഭിഷേകം ചെയ്ത് കർത്താവ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവന്റെ സമ്മതം കൂടാതെ അവനെ കൊണ്ട് ആത്മാവിന്റെ പ്രേരണയാലും നിയന്ത്രണത്താലും നിർബന്ധത്താലും ചില പ്രവൃത്തികൾ ചെയ്യിക്കും. ഈ പ്രവൃത്തി പഠിച്ചതിന് ശേഷം, പരീക്ഷയും കഴിഞ്ഞതിന് ശേഷം, ശോധനയും കഴിഞ്ഞതിന് ശേഷം ഈ പ്രവൃത്തി തന്നെ ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഇതാണ് ആദ്യത്തെ സ്നേഹം എന്ന് പറയുന്നത്. ഇതാണ് കർത്താവിന്റെ വചനം പറയുന്നത്. നമ്മൾ ഓർക്കണം. ശരിക്ക് യഥാർത്ഥത്തിൽ നമുക്കെന്താ പറ്റിയേ? പ്രവൃത്തിയുണ്ട്, പ്രയത്നമുണ്ട്, കൊള്ളരാതെ സഹിക്കാൻ പറ്റണില്ല, സഹിഷ്ണുതയുണ്ട്, പ്രധാന നാമനിമിത്തം സഹിച്ച സഹനം, തളർന്നു പോകാത്തത്, കള്ളയപ്പോസ്തലന്മാരെ കണ്ടെത്തി അവരെ കള്ളന്മാരെന്ന് കണ്ടത്, ഈ കാര്യങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്. എന്തിനാ കുറവ്? ഒരു മനുഷ്യനും അതറിയ പറഞ്ഞു തരാൻ പറ്റില്ല. ഒരു മനുഷ്യനും നമുക്ക് ആ കാര്യം പറഞ്ഞു തരാൻ പറ്റില്ല. എന്താ എൻ്റെ കുറവെന്ന്? എൻ്റെ കുറവ് ഇത് തന്നെ. എന്നെ പഠിപ്പിച്ചതൊന്നുണ്ട്. തൻ്റെ അടുക്കൽ വരുന്ന ഏത് മനുഷ്യരെയും ദൈവം പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പ്രവൃത്തിയുണ്ട്. ആദ്യത്തെ സ്നേഹത്തിൽ, ആദ്യത്തെ വഴിയിൽ ദാവീദിനെ പഠിപ്പിച്ചതുപോലെ, യോസേഫിനെ പഠിപ്പിച്ചതുപോലെ, സകല ഭക്തന്മാരെ എല്ലാം പഠിപ്പിക്കുന്ന പോലെ ഒരു പ്രവൃത്തി അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യ, നല്ലതെന്തെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു.
നല്ലതെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ആ പ്രവൃത്തി ചെയ്താൽ അത് മതി ദൈവത്തിന്. അത് മതി. അയ്യോ, എനിക്ക് കർത്താവിന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ. ചിന്തി ഭാരപ്പെടണ്ട, വിഷമിക്കണ്ട. നീ ഇത് ചെയ്താൽ, പഠിപ്പിച്ചത് ചെയ്താൽ ദൈവത്തിന് പരാതിയില്ല. ദൈവത്തിന് പരാതിയില്ല. കാരണം അതിനു വേണ്ടിയാണ് പഠിപ്പിച്ചതും, ശോധന അനുവദിച്ചതും, പരീക്ഷ അനുവദിച്ചതും, അത് കൊള്ളാവുന്നതിനായി തെളിഞ്ഞതും, ഇന്ന് ഏൽപ്പിച്ചിരിക്കുന്നതും. ജീവിതത്തിൽ അത് മാത്രം ചെയ്ത്, അത് മാത്രം ചെയ്ത് ജീവിതം അവസാനിപ്പിച്ചോ. പ്രതിഫലം കർത്താവിന് മുമ്പാകെ വലുതാണ്. പ്രതിഫലം കർത്താവിന് മുമ്പാകെ വലുതാണ്. ഒരു ചോദ്യം ഭൂമിയെക്കുറിച്ച് ഒരു 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 എസ്സേ എഴുതണം. ഒരു ചോദ്യം വന്നു. ആ മനുഷ്യൻ ഉത്തരം കിട്ടിയതിന് ശേഷം സൂര്യനെ കുറിച്ച് സമൃദ്ധമായിട്ട് ഏറ്റവും പരിജ്ഞാനത്തിൽ ഒരു ഒരു എസ്സേ എഴുതി. ചോദിച്ച ചോദ്യം എന്താ? ഭൂമിയെക്കുറിച്ച്. ലളിതമാണ്, അത്ര വലിയ കാര്യങ്ങളൊന്നുമില്ല. അതിൽ ഇവൻ അറിഞ്ഞിരിക്കേണ്ടതും ഇവൻ പഠിച്ചോ ഇല്ലയോ എന്നും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് പകരം അവൻ എഴുതിയത് സൂര്യനെക്കുറിച്ച്, അവിടെ നടക്കുന്ന അതിൻ്റെ ചൂട്, വെളിച്ചം, അവിടെ നടക്കുന്ന ക്രിയകൾ, അതിൻ്റെ വ്യാഴം, അതിൻ്റെ വ്യാസം, അതിൻ്റെ ടെമ്പറേച്ചർ, സമൃദ്ധമായിട്ട് സൂര്യനെക്കുറിച്ച് വേറെ ഒന്നും ഇല്ല ഇനി അറിയാനായിട്ട്. അത്രമാത്രം എഴുതി ദൈവം പ്രസാദിക്കുമോ? അല്ലെങ്കിൽ ചോദ്യകർത്താവ് പ്രസാദിക്കുമോ? ഇല്ല. കാരണം ചോദ്യം അതല്ല. മനുഷ്യ, നിന്നോട് ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതല്ല. നിന്നോട് ചോദിക്കുന്നത് നിനക്ക് പരീക്ഷ എന്ന് പറയുന്നത് പഠിച്ചവനാ പരീക്ഷ. പഠിച്ചതെന്ന് പറഞ്ഞാൽ എന്താ പഠിച്ചേ? കർത്താവ് നിന്നെ പഠിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. അത് നിന്നെ കാണിച്ചു തന്നതാ, നിന്നെ കൊണ്ടത് ചെയ്യിച്ചതാ. അത് നിന്റെ ആദ്യത്തെ വഴിയാ. അത് തന്നെ അങ്ങോട്ട് ചെയ്താൽ മതി. നിന്റെ ബുദ്ധിക്ക് അത് പോരാ എന്ന് തോന്നാം, അത് ആപത്താണ്. ഇന്ന് നീ എന്തെല്ലാം ചെയ്തിരിക്കുന്നു. നിനക്ക് ധാരാളം പ്രവൃത്തിയുണ്ട്, പ്രയത്നമുണ്ട്, സഹിഷ്ണുതയുണ്ട്. കൊള്ളരാത്തവരെ ഇഷ്ടമല്ല. കള്ളന്മാരെ എല്ലാം അത് കണ്ടെത്തും. കർത്താൻ നാമനിമിത്തം സഹിച്ചത്, ഇത്ര എല്ലാം സഹിച്ചിട്ടും തളർന്നു പോകാതിരിക്കുന്നത് എല്ലാം ഉണ്ട്. എന്നാൽ ആദ്യ സ്നേഹമില്ല. ആദ്യ സ്നേഹം എന്ന് പറഞ്ഞാൽ മാനസാന്തരപ്പെട്ട ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. ഇതില് ഒരു പ്രവൃത്തിയുണ്ട്. ആ വെളിച്ചപ്പാടന്മാരെയെല്ലാം നശിപ്പിച്ച ഒരു പ്രവൃത്തി. അത് മാത്രമില്ല, ബാക്കിയെല്ലാം ഉണ്ട്. ഇന്ന് ആള് പോയിരിക്കുന്നത് എവിടെയാണെന്നറിയോ? വെളിച്ചപ്പാടിന്റെ വീട്ടില. എന്നിട്ടും കർത്താവ് പ്രസാദിക്കുന്നില്ല, ചോദിച്ചിട്ട് ഉത്തരവില്ലല്ലോ എന്നാ. മനുഷ്യ, നല്ലത് എന്തെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തന്നിരിക്കും. കർത്താവ് സ്വന്തം. ഇനി അടുത്തത് നമ്മൾ പഠിക്കുന്നത് മനുഷ്യ നല്ലതെന്തെന്ന്. അതായത് മീഖാ പ്രവചനം 6-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. മനുഷ്യ നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നു. എന്നാ നിന്നോട് ചോദിക്കുന്നു? കർത്താവ് തന്നെ ചോദിച്ചിരിക്കുന്നു. 1000 ആട്ടുകൊറ്റലിൽ ഞാൻ പ്രസാദിക്കുമോ? എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറയുമോ? ഞാൻ ആ കോലാട്ടുകൊറ്റന്മാരുടെ രക്തം കുടിക്കുമോ? ഇതൊന്നുമില്ല. എനിക്ക് വിശന്നാണെന്ന് ഞാൻ നിന്നോട് പറയില്ല. നല്ലതെന്തെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതിലൊന്നാമത്താണ് ദയാതൽപരനായിരിക്കാം, ന്യായം പ്രവർത്തിക്കാൻ. ദയാതൽപരനായിരിക്കാം. നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഈ 3 കാര്യങ്ങൾ പറഞ്ഞതാ. നമ്മൾ ഈ ശുശ്രൂഷ തുടങ്ങിയപ്പോൾ പറഞ്ഞതാ. എന്താ പറഞ്ഞേ? ഈ ശുശ്രൂഷ തുടങ്ങിയപ്പോൾ, നമ്മൾ ഈ പാഠം പഠിക്കാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞതാ, വിശ്വസ്തത എന്നുള്ള കാര്യം പഠിക്കാൻ തോന്നുന്നതാ. വേദപുസ്തകത്തിൽ ന്യായപ്രമാണത്തിൽ ഘനം കുറഞ്ഞവയും ഘനം കൂടിയവയും എന്ന് പറയുന്ന 2 ഭാഗമുണ്ട്. ഘനം കുറഞ്ഞതെന്ന് പറഞ്ഞാൽ ഭൗതികമായി നമ്മൾ കൊടുക്കുന്ന ദശാംശം, വഴിപാട്, ആദ്യദാനം എന്നിവയൊക്കെയും ഘനം കുറഞ്ഞതാണ്. ഘനം കൂടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഏറ്റവും കനം കൂടിയ 3 കാര്യങ്ങളാണ് ഉള്ളത്. അത് ന്യായം, കരുണ, വിശ്വസ്തത എന്ന് പറയുന്ന 3 കാര്യങ്ങളാണ്. അത് ജീവിതത്തിൽ നിവർത്തിക്കുന്നവൻ ഘനശാലിയാണ്. ഇതാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. അപ്പോൾ മനുഷ്യൻ ഘനശാലിയാകണമെങ്കിൽ ഉള്ള കാര്യമാണ് പിന്നീട് പറഞ്ഞത്. ദൈവം വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യമേ തന്നെ പഠിപ്പിക്കും. പഠിപ്പിക്കും. പഠിപ്പിച്ചതിന് ശേഷം ശോധന ചെയ്ത് അത് ഉറപ്പിക്കും. വിശ്വാസം വർദ്ധിപ്പിക്കും. അത് കഴിഞ്ഞ് പരീക്ഷ അനുവദിച്ച് കൊള്ളാകുന്നവനായി തെളിയിക്കും. അതിനുശേഷം രണ്ടാമത്തെ പ്രവൃത്തി, അതായത് ശുശ്രൂഷയ്ക്ക് വേണ്ടി അയക്കും. ഇങ്ങനെ അയക്കുമ്പോൾ ഒന്നാമത്തെ ഘട്ടത്തിൽ പഠിപ്പിച്ച ആദ്യ വഴിയിൽ പഠിപ്പിച്ച കാര്യങ്ങൾ രണ്ടാമത്തെ വഴിയിൽ അങ്ങനെ തന്നെ നിവർത്തിക്കുന്നുവെങ്കിൽ അവൻ്റെ ജീവിതം ധന്യം. ഇല്ല എങ്കിൽ അവൻ ധന്യനാകുകയില്ല. ഒരുപാട് കാര്യങ്ങളെല്ലാം ചെയ്തെന്നിരിക്കും, പക്ഷെ അവൻ ധന്യനാകുകയില്ല. എന്നാൽ ഈ ഒന്നാമത്തെ വഴിയിൽ കർത്താവ് പഠിപ്പിച്ചത് എന്താണെന്നാണ് വിഷയം. പഠിപ്പിക്കുന്ന വിഷയങ്ങൾ പലതാണെങ്കിലും അതിൻ്റെ അടിസ്ഥാനം ഈ 3 ഘടകമായിരിക്കും. ഏതൊക്കെ? ഈ ഘനമുള്ള കാര്യം, ന്യായപ്രമാണത്തിലെ 3 ഘനമുള്ള കാര്യം ഏതൊക്കെയാ? ന്യായം, കരുണ, വിശ്വസ്തത. അപ്പോൾ ദൈവം വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഒരാളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം പഠിപ്പിക്കുന്നത് ന്യായപ്രമാണത്തിലെ ഘനമായ 3 കാര്യങ്ങളാണ്. 1 ന്യായം, 2 കരുണ, 3 വിശ്വസ്തത. അതിനെ ആധാരമാക്കിയിട്ടുള്ള പ്രവൃത്തിയാണ് അവനെ കൊണ്ട് ചെയ്യിക്കുന്നത്, പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ വായിച്ചതനുസരിച്ച് അവന് പ്രവൃത്തിയുണ്ട്, പ്രയത്നമുണ്ട്. അവന് ഈ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും അവന് ഇല്ലാത്തൊരു കാര്യമാണ് ഘനമില്ല. ഘനമുണ്ടാകിയ എന്ത് വേണം? ന്യായം, കരുണ, വിശ്വസ്തത വേണം. ന്യായം, കരുണ, വിശ്വസ്തത എന്ന് ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? ദൈവം ഒന്നാമത്തെ വഴിയിൽ ഇവന് ഘനമുണ്ടാകാൻ തക്കോണം ന്യായത്തിലും കരുണയിലും വിശ്വസ്തതയിലും കൂടി ഇവനെ നടത്തി ഇവനെ കൊണ്ട് ചെയ്യിച്ച പ്രവൃത്തിയുണ്ട്. ഈ പ്രവൃത്തി ഒടുവിൽ കാണണം. ഇതാണ്. അപ്പോൾ ഇവൻ്റെ ചിന്ത, ഞാൻ എന്തോന്നുകൊണ്ട് യഹോവയുടെ മുൻപാകെ ചെന്ന് കുമ്പിടണം, ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് 1000 ആട്ടുകൊറ്റനിലും കാളക്കിടാവിനും ദൈവം പ്രസാദിക്കുമോ? തൈലനദി ഒഴുക്കിയാലോ പ്രസാദിക്കുമോ? തൃപ്തിയില്ല. ഞാൻ എൻ്റെ മകനെ മൂത്ത മകനെ കൊണ്ട് യാഗം കഴിച്ചാൽ ദൈവം പ്രസാദിക്കുമോ? എൻ്റെ ഉദരഫലത്തെ കൊണ്ട് യാഗം കഴിച്ചാൽ പ്രസാദിക്കുമോ? ഇല്ല, തൃപ്തിയില്ല. അപ്പോഴാണ് പറയുന്നത്, മനുഷ്യ, നല്ലതെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. എന്തൊക്കെയാണ്? ഒന്നാമത്തെ ദയാതൽപരനായിരിക്കാൻ, ന്യായം പ്രവർത്തിപ്പാൻ. ആദ്യത്തെ പറഞ്ഞ ഘനമുള്ളതിൻ്റെ ഒന്നാമത്തെ കാര്യമാണ് ന്യായം പ്രവർത്തിക്കണം. ജീവിതത്തിൽ ന്യായം എന്ന് പറയുന്നത് എന്താണ്? ന്യായം എന്ന് പറയുന്നത്, ഇതാ നല്ല മുന്തിരി ആണ്. ഭൗതികമായി നല്ല മുന്തിരി കൃഷിക്കാരന് കിട്ടുന്നത് പോലെയാണ് പഴുത്ത് കിടക്കുന്ന, അനുഭവിക്കാൻ പറ്റിയ നല്ല മുന്തിരിപ്പഴം ഉണ്ടായി പാകമായി കിടക്കുന്നത് പോലെയാണ് ന്യായം പ്രവർത്തിക്കുന്ന ഒരു കർത്താവിൻ്റെ പൈതൽ. ന്യായം പ്രവർത്തിക്കണം. 2, ദയാതൽപരനായിരിക്കണം. ഘനമായതിൽ 3 കാര്യം ഏതാ? ന്യായം, കരുണ. ദയാതൽപരനായിരിക്കണം, ദയയും കരുണയും. അത് രണ്ടും ഒന്നാണ്. കരുണയുള്ളവനായിരിക്കണം, ദയാതൽപരനായിരിക്കണം. ദയയുള്ള ഉപദേശം വായിൽ ഉണ്ടായിരിക്കണം എന്ന ദൈവത്തിൻ്റെ വചനത്തിലുള്ളതുപോലെ ദയാതൽപരനായിരിക്കണം. ദയയിലാണ് ഉണ്ടായിരിക്കേണ്ടത്. മൂന്നാമത്തത്, നിന്റെ ദൈവമായ യഹോവയുടെ മുമ്പാകെ താഴ്മയോടെ, യഹോവയുടെ സന്നിധിയിൽ താഴ്മയോടെ നടക്കണം. നീ എന്നെ വിശ്വസ്തയോടെ താഴ്ത്തിയിരിക്കുന്നു. വിശ്വസ്തന്മാർ ദൈവത്തിന് മുമ്പാകെ താണിരിക്കും. എന്തിനു വേണ്ടിയിട്ട്? തക്ക സമയത്ത് ഉയർത്തപ്പെടുവാൻ അവൻ്റെ ബലമുള്ള കരത്തിന് കീഴെ താണിരിപ്പീൻ. ദൈവം എടുത്ത് ഉപയോഗിക്കാൻ തക്കവണ്ണം വിശ്വസ്തനാണെങ്കിൽ അവൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ താണിരിക്കും, താഴ്മയോടെ ഇരിക്കും. ന്യായം, കരുണ, വിശ്വസ്തത, അത് തന്നെ ഇവിടെ കർത്താവിൻ്റെ വചനം പറയുകയാണ്. ന്യായം, ദയ, ദൈവസന്നിധിയിൽ താഴ്മയോടെ ഇരിക്കുക. ഇത് മൂന്നുമാണ് വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ ദൈവം കാണിച്ചു കൊടുക്കുന്നത്, പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇത് തന്നെ ജീവിതത്തിൽ പകർത്തുന്നവൻ
അവൻ ആരായിത്തീരും? ദൈവത്തിൻ്റെ പൂർണ്ണ പ്രസാദമുള്ള മനുഷ്യനായിത്തീരും. ഇതല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? സഹോദരങ്ങളെ, വിശ്വസ്തനായിരിക്കാൻ എന്ത് ചെയ്യണം? വിശ്വസ്തത എന്ന് പറയുന്നത് ന്യായപ്രമാണത്തിൽ ഏറ്റവും ഖരമേറിയതാണ്. അത് എങ്ങനെ പ്രവർത്തിക്കുമെന്ന് നമ്മൾ ആരും ചോദിക്കേണ്ട. വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വിശ്വസ്തതയെ ആധാരമാക്കിയിട്ടൊരു പ്രവൃത്തി, ന്യായം, കരുണ, വിശ്വസ്തത എന്നിവയെ ആധാരമാക്കിയൊരു പ്രവൃത്തി നമ്മെക്കൊണ്ട് കർത്താവ് ചെയ്യിച്ചിട്ടുണ്ട്. അത് കണ്ടുപിടിച്ച് അത് പ്രവർത്തിക്കുക. അത് ദൈവത്തിന് പ്രസാദമാണ്. ആദ്യ സ്നേഹത്തിൽ നമ്മൾ ഉള്ളതായിട്ട് ദൈവം അംഗീകരിക്കും. നമ്മൾ ഖനമുള്ളവരായിത്തീരും, ഖനശാലികളായിത്തീരും. ആ നിലയിൽ ദൈവം പ്രസാദിക്കുന്ന ശ്രേഷ്ഠപാത്രങ്ങളായി കർത്താവ് നിലനിർത്തേണ്ടതിന് വേണ്ടി ദൈവത്തിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.